ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അലീന. അപ്പോൾ ഇന്നൊരു പുതിയ സ്റ്റോറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. തുടങ്ങാം. ഞാനും എൻ്റെ കൂട്ടുകാരും ക്യാൻറ്റീനിലിരുന്ന് ഫുഡ് കഴിക്കുവാണ്. എൻ്റെ ഒപ്പം അമലുണ്ട്, പിന്നെ 2 പെൺകുട്ടികളും. ഞാൻ ഉണ്ണികൃഷ്ണൻ, എന്നെ ഉണ്ണീന്ന് വിളിക്കും. ഡിഗ്രിക്ക് പഠിക്കുവാണ്. ഞങ്ങൾ കൂട്ടുകാർ ഡഷാറിലൊരു ആവശ്യത്തിന് വന്നതാണ്. ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, എൻ്റെ മമ്മിയുടെയൊക്കെ ക്യാൻറ്റീൻ ഇവിടെ ഉണ്ട്, നമുക്ക് അവിടെ പോയി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാമെന്ന്. അവർ സമ്മതിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. കുടുംബശ്രീയുടെ ഭാഗമായിട്ട് മമ്മിയും 4 ചേച്ചിമാരും കൂടിയാണ് സിവിൽ സ്റ്റേഷൻ്റെ ഭാഗമായുള്ള ക്യാൻറ്റീൻ നടത്തുന്നത്. ഞാൻ ഇടയ്ക്കിവിടെ വരും, സപ്ലൈ ചെയ്യാനൊക്കെ കൂടാറുണ്ട്. എൻ്റെ മമ്മി ഷീല, പിന്നെ സീന ചേച്ചി, സിന്ധു ചേച്ചി, മറിയ ചേച്ചി, അങ്ങനെ 4 പേര്. കുക്കിങ്ങിനായി ഒരു ചേട്ടനുണ്ട്, പൊറോട്ട അടിക്കാനൊരു ഇക്കയും. ഇതിൽ മറിയ ചേച്ചിക്ക് 50 മുകളിൽ പ്രായമുണ്ട്. ബാക്കി എല്ലാവരും 40 വയസ്സുള്ളവരാണ്. എനിക്ക് 18 വയസ്സ് കഴിഞ്ഞു. ഞാൻ 18 വയസ്സായപ്പോഴേക്കും 2 വീലർ ലൈസൻസ് എടുത്തു. എനിക്കൊരു ഡിയോ ഉണ്ട്, അതും മമ്മി വാങ്ങി തന്നതാണ്. ഞാനും മമ്മിയും പപ്പയും അനിയനും അടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം. പപ്പ നാഷണൽ പെർമിറ്റ് ലോറി ഡ്രൈവറാണ്. 10-20 ദിവസം കൂടുമ്പോഴാണ് പപ്പ വീട്ടിൽ വരുന്നത്. ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മമ്മി ചോറുമായി സപ്ലൈ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ അടുത്ത് വന്നപ്പോൾ ഞാൻ മമ്മിയെ അവർക്ക് പരിചയപ്പെടുത്തി. ഇതെൻ്റെ മമ്മി ഷീല. എല്ലാവരും മമ്മിയെ നോക്കി ചിരിച്ചു. മമ്മിയും അവരെ നോക്കി ചിരിച്ചു. മമ്മി എൻ്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെട്ടു. അല്പനേരം സംസാരിച്ചിട്ട് മമ്മി പറഞ്ഞു, ഒരു ദിവസം നിങ്ങളെല്ലാവരും വീട്ടിലോട്ട് വാ, സൺഡേ മതി കേട്ടോ. എൻ്റെ ഒപ്പം ഇരുന്ന മായയെ മമ്മി ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി. മമ്മി മറ്റു തിരക്കിലേക്ക് പോയി. എന്നോട് മായ പറഞ്ഞു, ഉണ്ണിയുടെ മമ്മിയെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അമൽ ചിരിച്ചുകൊണ്ട് അതിന് മറുപടിയും പറഞ്ഞു, ഉണ്ണിയുടെ മമ്മി ഗ്ലാമർ ആയതുകൊണ്ടാണ് കടയിൽ ആളുകൾ കയറുന്നത്. പോടാ, ഞാൻ അവനെ നോക്കി പറഞ്ഞു. മായ ചിരിച്ചുകൊണ്ട് അമലിനോട് പറഞ്ഞു, എടാ, കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളുള്ള ഹോട്ടലിൽ ആളുകൾ കയറും. ആളുകളല്ല മായ, ആണുങ്ങൾ, അമൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അന്ന് വൈകുന്നേരം മമ്മി വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു. മമ്മി രാവിലെ 6 മണിക്ക് പോകും. വീട്ടിൽ നിന്ന് അരമണിക്കൂർ ബസ് യാത്രയുണ്ട്. എല്ലാ ചേച്ചിമാരും ബസ് സ്റ്റോപ്പിൽ വരും. വൈകുന്നേരം 5:30 കഴിയുമ്പോൾ ക്യാൻറ്റീൻ അടയ്ക്കും. ഓഫീസ് അടയ്ക്കുമല്ലോ, പിന്നെ ആരും വരില്ല. വൈകുന്നേരം 7 മണിക്ക് മുമ്പ് മമ്മി വീട്ടിൽ വരും. കഴിഞ്ഞ 3 വർഷമായി അങ്ങനെയാണ്. ഞങ്ങൾ രാത്രി ഫുഡ് കഴിച്ച് കഴിഞ്ഞ് അനിയൻ അവൻ്റെ റൂമിൽ കയറിപ്പോയി. ഞാൻ ഹാളിലിരുന്ന് TV കാണുവാണ്. എൻ്റെ അടുത്തായി മമ്മി വന്നിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ മമ്മി എന്നോട് ചോദിച്ചു, ഉണ്ണി, നിൻ്റെ ഒപ്പം ഇരുന്ന പെൺകുട്ടി നിൻ്റെ ലൈനാണോ? ഞാൻ മമ്മിയെ നോക്കി. മമ്മി പുഞ്ചിരിച്ചുകൊണ്ട് എന്നെ നോക്കിയിരിക്കുവാണ്. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മമ്മി, ആ മായ എൻ്റെ ഫ്രണ്ടാണ്. എന്നെ നോക്കി ചിരിക്കുന്ന മമ്മിയെ നോക്കി ഞാൻ പറഞ്ഞു. അപ്പോൾ മമ്മി ചോദിച്ചു, അല്ല, പോകുമ്പോൾ നിൻ്റെ പിറകിലാണ് അവൾ കയറിയത്? മമ്മി, ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല, പണ്ടൊക്കെ ആയിരുന്നു. ഇപ്പോൾ എല്ലാവരും നല്ല ഫ്രണ്ട്സാണ്. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടാ, എനിക്ക് തോന്നിയത് ചോദിച്ചെന്നേ ഉള്ളൂ. മമ്മി, മായയ്ക്ക് എന്നോട് അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ വേറെ പെൺകുട്ടികൾക്ക് മോനോടുണ്ടോ? ഉണ്ടാവാം. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മോനെ, പ്രണയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. മമ്മി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മായ കൊള്ളാമല്ലേ മമ്മി? ഞാൻ മമ്മിയെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോൾ മമ്മി പറഞ്ഞു, ഞാൻ വിചാരിച്ചത് നിങ്ങൾ തമ്മിൽ പ്രേമമാണെന്നാണ്. സത്യത്തിൽ എനിക്ക് മായയോടൊരു താല്പര്യമുണ്ട്, പക്ഷെ അവൾ അടുക്കുന്നില്ല. എടാ കുട്ടാ, മമ്മി എന്നെ ചിരിച്ചുകൊണ്ട് പതുക്കെ അടിച്ചു. മമ്മി, ക്ലാസ്സിൽ വേറൊരു മായയുണ്ട്, അവൾക്ക് എന്നോട് ചെറിയ ലവ് ഉണ്ട്. നീ കൊള്ളാമല്ലോ.
എനിക്ക് മമ്മിയുടെ ഗ്ലാമറല്ലേ കിട്ടിയത്. മമ്മി എന്നെ നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ ഉണ്ണിക്കുട്ടൻ സുന്ദരനല്ലേ. അല്ല, മമ്മിക്ക് അവിടെ വല്ല ലൈനും ഉണ്ടോ? ഒരുപാട് ഉദ്യോഗസ്ഥരുള്ളതല്ലേ. പോടാ കള്ള. മമ്മി വിളിക്കെ ചിരിച്ചു. മമ്മിയുടെ ചിരി കാണാൻ നല്ല ഭംഗിയുണ്ട്. ചിരിക്കുമ്പോൾ കണ്ണിലെ തിളക്കവും മൂക്കുത്തിയുടെ ഭംഗിയും കാണുമ്പോൾ തന്നെ നല്ല ഐശ്വര്യമുണ്ട്. ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി ഭയങ്കര സുന്ദരിയാണെന്നാണ് മാമയ്യ പറഞ്ഞത്. മമ്മി ചിരിയോടെ എന്നെ നോക്കി പറഞ്ഞു, അവളും മോശമല്ലല്ലോ. അവൾക്ക് മമ്മിയെ ഇഷ്ടപ്പെട്ട ലക്ഷണമാണ്. എൻ്റെ പിറകിലിരുന്നു കൊണ്ട് മമ്മിയെപ്പറ്റി ചോദിക്കുമായിരുന്നു. ഞാനും മമ്മിയും കുറേ നേരം സംസാരിച്ചു. അങ്ങനെ ഒരു ശനിയാഴ്ച ഞാനും ക്യാൻറ്റീനിൽ ചെന്നു. സപ്ലൈ ചെയ്യാനൊക്കെ കൂടി. ഞാൻ കിച്ചണിൽ വന്ന് സാധനം എടുത്തുകൊണ്ട് പോയി സപ്ലൈ ചെയ്തു. എന്നിട്ട് തിരിച്ച് കിച്ചണിലേക്ക് വരുമ്പോൾ മറിയ ചേച്ചി പറയുക, ഷീലയുടെ മറ്റവൻ ഇന്നലെ സ്റ്റോർ റൂമിൽ വെച്ച് ഷീലയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുക. സീന ചേച്ചിയും ഇക്കയും അത് കേട്ട് ചിരിച്ചുകൊണ്ട് അടുത്ത് നിൽപ്പുണ്ട്. സീന ചേച്ചി ചിരിച്ചുകൊണ്ട് പറയുക, എൻ്റെ മറിയ ചേച്ചി, ഈ കഴിഞ്ഞ ആഴ്ച ഞാനും സിന്ധുവും ഷീലയും കൂടി ഓഫീസിലൊക്കെ ചായ സപ്ലൈ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഷീലയെ കണ്ടില്ല. ഞാൻ അവളെ അന്വേഷിച്ച് നടന്ന് നോക്കിയപ്പോൾ ഒരു കോർണറിൽ ഷീലയെ രാജീവൻ സാർ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുക. അവർ മമ്മിയെപ്പറ്റി പറയുന്ന കേട്ടപ്പോൾ എൻ്റെ അടിവയറ്റിൽ നിന്ന് ഒരാന്തൽ പോലെ. എന്തുകൊണ്ടോ ഞാൻ അങ്ങനെ തന്നെ നിന്നു. ഇത്രയും പറഞ്ഞിട്ട് സീന ചേച്ചി പാത്രം കഴുകാൻ പോയി. അപ്പം മറിയ ചേച്ചി ഇക്കയോട് പറയുക, ഇവള് ഈ സീന ആ രതീഷ് സാറുമായിട്ട് നല്ല ചുറ്റിക്കളിയാ. എന്നിട്ടാ. ഇക്ക ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ മറിയേ, അവളുമാർ സുഖിക്കട്ടെ, നിന്നെ ഞാനും കളിച്ച് സുഖിപ്പിക്കുന്നില്ലേ. മറിയ ചേച്ചി ചിരിക്കുന്നത് കേൾക്കാം. ഞാൻ കിച്ചണിലോട്ട് എത്തിയില്ല. അതിനപ്പുറമാണ് ഞാൻ നിൽക്കുന്നത്. ഇക്ക ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മറിയേ, നിന്നെ ഞാൻ കളിക്കുന്നു. ഷീലയെ രാജീവ് സാറിനും സീനെ രതീഷ് സാറും പിന്നെ സിന്ധുവിനെ ചന്ദ്രൻ സാറും കളിക്കുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ചങ്കെടുപ്പ് കൂടി. ചില ദിവസം സിന്ധു ചേച്ചിയും അടക്കി പിടിച്ച് വീട്ടിലിരുന്ന് സംസാരിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. സിന്ധു ചേച്ചിയുടെ ഭർത്താവ് മേസ്തിരിയാണ്. അവർക്കും 2 കുട്ടികളുണ്ട്. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ചെന്നു. എന്നെ കണ്ടപ്പോൾ അവർ സംസാരം നിർത്തി. ഞാൻ സപ്ലൈ ചെയ്യുമ്പോൾ ഇടയ്ക്ക് മമ്മിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. മമ്മി ആളുകളോട് വളരെ കൊഞ്ചിയാണ് സംസാരിക്കുന്നത്. മമ്മിയോട് ആണുങ്ങൾ ഒരുപാട് തമാശ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാശ് മേടിക്കാൻ സിന്ധു ചേച്ചിയാണ് ഇരിക്കുന്നത്. ഒരു പോലീസുകാരൻ ചേച്ചിയോട് തമാശ പറയുന്നു. ചേച്ചി കൊഞ്ചി ചിരിക്കുന്നു. ചേച്ചി അയാളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് എന്തോ പറയുന്നു. പുള്ളി പറ്റുബുക്കിൽ എഴുതുവാണ്. അത് കഴിഞ്ഞ് ചേച്ചിയുടെ വായിൽ പിടിച്ച് കവളിൽ ഞെക്കി വിട്ടു. പെട്ടെന്ന് ചേച്ചി ചിരിച്ചുകൊണ്ട് പുള്ളിയുടെ കയ്യിൽ അടിച്ചുകൊണ്ട് ചിരിച്ചു. പുള്ളിയും ചിരിക്കുന്നുണ്ട്. അയാൾ പോലീസ് യൂണിഫോമിലാണ്. ചേച്ചി സാരി നേരെയാക്കി വയറിൽ തലോടി. ചേച്ചിയോട് പുള്ളി എന്തോ പറഞ്ഞു. ചേച്ചി ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് തലയാട്ടി ചിരിച്ചു. പിറ്റേ ശനിയാഴ്ചയും ഞാൻ ക്യാൻറ്റീനിൽ വന്നു. രാവിലെ ചായ കുടിച്ചിട്ട് ഒരാൾ, അതും പോലീസ് യൂണിഫോമിൽ, കണ്ടാൽ ഹൈറ്റും വെയിറ്റുമുള്ള കാണാൻ കൊള്ളാവുന്ന വെളുത്തൊരാൾ. മമ്മി മേശ തുടക്കുവാണ്. മമ്മിയുടെ പിന്നിൽ അര ഉരച്ചുകൊണ്ട് അയാൾ കൈയെഴുകാൻ പോയി. മമ്മി അയാളെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട്. ഞാൻ സപ്ലൈ ചെയ്യുവാണ്. അയാൾ തിരിച്ചു വരുമ്പോൾ മമ്മിയെ മുട്ടി ഉരുമി കടന്നുപോയി. അയാളുടെ മുഖത്തെ ചെറിയ ചിരി ഞാൻ കണ്ടു. മമ്മി അനങ്ങാതെ നിന്നു. അയാൾ ഇരിക്കുന്ന അങ്ങോട്ട് മമ്മി ചെന്നിട്ട് എന്തോ ചോദിച്ചു. അവരെന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ചു. മമ്മി അയാളുടെ ടേബിളിൽ അല്പം കൈ ഊന്നി ചെരിഞ്ഞു നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. മമ്മിയുടെ പിന്നഴക് പുറകോട്ട് വിരിഞ്ഞ് സാരിയിൽ മുഴച്ചു നിന്നു. ഇടത് സൈഡിൽ കൂടി മമ്മിയുടെ വയറും കാണാം. മമ്മി ആ പോലീസുകാരനോട് സംസാരിക്കുന്ന കണ്ടിട്ട് എനിക്ക് എന്തോ വല്ലാത്ത ഫീലിങ്സ്. ഇതാണോ ആ മറിയ ചേച്ചി പറഞ്ഞ രാജീവ് സാറ്? ഞാൻ ഇടയ്ക്ക് അയാളെ നോക്കി. മമ്മി നടന്നു പോകുന്ന നോക്കി അയാൾ ഇരുന്നു. അയാൾ മമ്മിയുടെ ബാക്കിലേക്കാണ് നോക്കുന്നത്. സാരിയിൽ തെന്നിക്കളിക്കുന്ന മമ്മിയുടെ പിന്നഴകും നോക്കി അയാൾ ഇരുന്നു. ഇപ്പോൾ ഞാനൊരു കാര്യം ഓർത്തു. ഞാൻ മമ്മിയോട് ലൈനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മമ്മി ചിരിച്ചിരുന്നു.
അതുമാത്രമല്ല, മമ്മി പ്രേമിക്കുന്നതിൽ തെറ്റില്ലെന്നും പറഞ്ഞു. ഒരു 11 മണി കഴിഞ്ഞപ്പോൾ തിരക്ക് കുറഞ്ഞു. ഞാൻ ക്യാൻറ്റീൻ്റെ മുറ്റത്തുകൂടി നടന്നു. തൊട്ടപ്പുറത്ത് പണി തീർന്ന ഒരു 2 നില ബിൽഡിംഗ് ഉണ്ട്. ഞാൻ അങ്ങോട്ട് മെല്ലെ നടന്നു. സ്റ്റെപ്പ് കയറി 2ാമത്തെ നിലയിലെത്തി. പണിയെല്ലാം കഴിഞ്ഞ് ഉദ്ഘാടനം കാത്തു കിടക്കുന്ന ബിൽഡിങ്. 2ാമത്തെ നിലയിൽ നിന്ന് നോക്കിയ ക്യാൻറ്റീൻ്റെ കിച്ചണും ആ വശവും കാണാം. ഞാൻ അങ്ങോട്ട് നോക്കി നിന്നു. സിന്ധു ചേച്ചി അവിടെ നിന്ന് പാത്രം കഴുകുന്നു. മറിയ ചേച്ചി കഴുകാൻ പാത്രങ്ങൾ കൊണ്ടു കൊടുക്കുന്നു. ഞാൻ കുറേ നേരം അങ്ങോട്ട് നോക്കി നിന്നു. സിന്ധു ചേച്ചി അവിടെ നിന്ന് ആരോടോ കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട്. ഞാൻ നിൽക്കുന്ന താഴെ ആരോ ഉണ്ട്, അവരോടാണ്. ചേച്ചി ചിരിച്ചുകൊണ്ടാണ് കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നത്. ഞാൻ ജനലിൽ കൂടി താഴോട്ട് നോക്കി. എനിക്ക് കാണാൻ പറ്റുന്നില്ല. അല്പം കഴിഞ്ഞപ്പോൾ ചേച്ചി പെട്ടെന്ന് ഈ ബിൽഡിങ്ങിൻ്റെ അങ്ങോട്ട് ഓടി വന്നു. ചേച്ചി സാരിയാണ് വേഷം, അതും ഇളം പച്ച. ഞാൻ സ്റ്റെപ്പിൻ്റെ അങ്ങോട്ട് ഓടിച്ചെന്നു. താഴത്തെ റൂമിൽ അവരുടെ ശബ്ദം കേൾക്കാം. പതുക്കെ ഉമ്മ വയ്ക്കുന്ന സൗണ്ടാണ്. അതുപോലെ ചേച്ചിയുടെ ചിരിയും. ചന്ദ്രേട്ടാ, എൻ്റെ സിന്ധു. ഞാൻ വാതിൽക്കലെത്തി അകത്തേക്ക് നോക്കി. സിന്ധു ചേച്ചിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരാൾ. അന്ന് കണ്ട പോലീസുകാരൻ. ഇതാണോ ചന്ദ്രൻ സാറ്? ഞാൻ ആലോചിച്ചു. ചേച്ചി പറയുന്നുണ്ട്, ചന്ദ്രേട്ടാ പെട്ടെന്ന്. ചേച്ചി സാറിൻ്റെ പുറത്ത് അമർത്തി തഴുകുന്നുണ്ട്. ചേച്ചിയുടെ തുടയിലേക്ക് സാരി ചുരുട്ടി കയറ്റി ചേച്ചിയെ ഭിത്തിയിൽ ചാരി നിർത്തി ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിലത്ത് വിരിച്ച കട്ടി പേപ്പറിലേക്ക് ചേച്ചിയെ കിടത്തി. അയാൾ ചേച്ചിയുടെ മുകളിലേക്ക് പടർന്നു കയറിക്കൊണ്ട് ചേച്ചിയുടെ ചുണ്ട് സ്വന്തമാക്കുന്നു. ചേച്ചി പുള്ളിയുടെ പുറത്തുകൂടി തലോടിക്കൊണ്ട് തഴുകുന്നു. സിന്ധു ചേച്ചി ചിരിച്ചുകൊണ്ട് സാറിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, എൻ്റെ ചന്ദ്രൻകുട്ട വേഗം ആവട്ടെ. അങ്ങനെ കുറേ നേരത്തെ അവരുടെ പൂണ്ടുവിളയാടൽ കഴിഞ്ഞു. സാറേ, ഈ മാസം കൂടിയേ ഞങ്ങളുള്ളൂ. അതെന്നാടി, ഇവിടുത്തെ കാലാവധി തീരാറായി. നീ പോയാലും നീ എവിടെയാണോ അവിടെ വന്ന് ഞാൻ നിന്നെ കളിക്കും. ആ ചന്ദ്രേട്ടാ. മോളെ, നിന്നെ എനിക്ക് വേണം. ഇനി നിൻ്റെ വീട്ടിൽ വന്ന് ഞാൻ നിന്നെ പൊക്കും. എൻ്റെ വീട്ടിലേക്ക് പോരെ ചന്ദ്രേട്ടാ. ഞാൻ വരൂടി. ഇന്നാളത്തെ പോലെ നിൻ്റെ കെട്ടിയവനെ കുടിപ്പിച്ച് കിടത്തിയിട്ട് നിന്നെ എനിക്ക് ശരിക്കും ചെയ്യണം. കുറച്ചു നേരം ഞാൻ ഒളിഞ്ഞു നോക്കി നിന്നു. സിന്ധു, എൻ്റെ മോളെ. അവരടുത്ത റൗണ്ടിലേക്ക് നീങ്ങി. സീൽക്കാര ശബ്ദം വീണ്ടും ഉയർന്നു. ഇനിയും പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ നേരെ ബാത്റൂമിലേക്ക് ഓടി. ഇപ്പോഴും അവിടെ പരിപാടി നടക്കുകയാവും. എൻ്റെ മനസ്സിലൂടെ ആ രംഗങ്ങൾ കടന്നുപോയി. ഞാൻ വേണ്ടത് ചെയ്തിട്ട് അപ്പുറത്തെ ജനലിൽ കൂടി ക്യാൻറ്റീൻ അങ്ങോട്ട് നോക്കി നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ ചേച്ചി തിരിച്ചു പോകുന്ന കണ്ടു. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി ആ റൂമിൽ വന്നു. ഞാൻ ക്യാൻറ്റീനിൽ വരുമ്പോൾ ചേച്ചി വളരെ സന്തോഷത്തിൽ പണികൾ ചെയ്യുന്നു. ഉച്ചയ്ക്ക് ഈ സാറ് ഫുഡ് കഴിക്കാൻ വന്നു. എന്നോട് വളരെ സ്നേഹത്തോടെ പെരുമാറി. എന്നെ സിദ്ധു ചേച്ചി പയ്യാക്ക് പരിചയപ്പെടുത്തി. അന്ന് വൈകുന്നേരം വീട്ടിൽ വന്നപ്പോൾ ഞാനും മമ്മിയും സംസാരിക്കുമ്പോൾ മമ്മി പറഞ്ഞു, ഇനി കുറച്ച് ദിവസം കൂടിയേ ക്യാൻറ്റീനിൽ പണിയുള്ളൂ. അതെന്താ മമ്മി? എടാ, കാലാവധി കഴിയാറായി. ഇനി എടുക്കുന്നില്ലേ? ഞാൻ ചോദിച്ചു. ആ മറിയ ചേച്ചി ഉടക്ക. മമ്മി അല്പം ഗൗരവത്തിൽ പറഞ്ഞു, എന്നാൽ നിങ്ങൾക്ക് നടത്തിക്കൂടെ? എടാ, ഈ സീനയും കണക്കാ. അവൾക്ക് യാതൊരു ബോധവും ഇല്ല. പിന്നെ സിന്ധു, അവൾക്ക് താല്പര്യമുണ്ട്, പക്ഷേ കാശ് വേണം. അതൊക്കെ ഒരു പ്രശ്നമാണ്. ഇനി എന്താ മമ്മി, മമ്മിയുടെ പ്ലാൻ? ഞാൻ ചോദിച്ചു. മമ്മി മുടി ചീകിക്കൊണ്ട് പറഞ്ഞു, സിന്ധു ഞാനും കൂടി സിവിൽ സ്റ്റേഷനുള്ളിൽ ഒരു ബേക്കറി ഇട്ടാലോ എന്നാ. അവൾക്ക് അങ്ങനൊരു ആഗ്രഹം പറഞ്ഞു. അത് നല്ല കാര്യമാണ് മമ്മി. മമ്മി ചിരിച്ചു. അങ്ങനെ ആഴ്ചകൾ കടന്നുപോയി. വൈകിട്ട് മമ്മി വീട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഉണ്ണി, നിനക്ക് നാളെ എന്താ പരിപാടി? നാളെ പ്രത്യേകിച്ചൊന്നുമില്ല മമ്മി. ഞാൻ പറഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു, ഇന്നത്തോടെ പരിപാടി അവസാനിപ്പിച്ചു. മമ്മിയുടെ മുഖത്ത് ചെറിയ നിരാശയുണ്ട്. ഞാൻ മമ്മിയുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മമ്മി,
നാളെ ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യണോ? എടാ, നാളെ കാലാവധി തീർന്നതിൻ്റെ എഗ്രിമെൻ്റ് കൊടുക്കണം. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. നിനക്ക് നാളെ എൻ്റെ കൂടെ വരാവോ? അതിനെന്താ മമ്മി, ഞാൻ വരാം. ഞാൻ പറഞ്ഞു. അപ്പം മമ്മി പറഞ്ഞു, സിന്ധുവിന് നാളെ സ്കൂളിൽ പോകണം. എന്തോ പേരൻസ് മീറ്റിംഗ് ഉണ്ട്. ഇല്ലേ അവൾ വന്നേനെ. മറ്റവളുമാർ വരില്ലെന്ന് പറഞ്ഞു. ഞാൻ വരാം മമ്മി. പിറ്റേന്ന് ഞാനും മമ്മിയും എൻ്റെ ഡിയോയിൽ ക്യാൻറ്റീനിലെത്തി. എനിക്ക് കുറച്ച് പേപ്പർ തന്നിട്ട് ഇതുപോലെ എഴുതാൻ പറഞ്ഞു. ഞാൻ ഒരു മേശയ്ക്കപ്പുറം ഇരുന്നു. ഇപ്പുറം മമ്മിയും ഇരുന്നു. ഞങ്ങൾ സംസാരിച്ചു കൊണ്ട് എഴുതുമ്പോൾ ഒരാൾ അങ്ങോട്ട് വന്നു. ഒരു പോലീസുകാരൻ. അയാൾ ചിരിച്ചുകൊണ്ട് വന്നപ്പോൾ മമ്മി പറഞ്ഞു, മോനെ, ഇത് രാജീവ് സാറ്. ഞാൻ അയാളെ നോക്കി ചിരിച്ചു. അയാൾ ചോദിച്ചു, ഉണ്ണിയല്ലേ? ഞാൻ മൂളി. മമ്മിയുടെ ഇടത് സൈഡിൽ ഒരു ചെയറിൽ അയാൾ ഇരുന്നു. എന്നിട്ട് മമ്മിയെ നോക്കി ചിരിച്ചു. ഞാൻ മുഖം ഉയർത്തി ഇടയ്ക്ക് നോക്കും. മമ്മിയും അയാളും തമ്മിൽ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. മമ്മി ഇപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് സംസാരിക്കുന്നത്. ഞാൻ എഴുതിക്കൊണ്ട് അവരെ നോക്കും. മമ്മിയോട് അയാൾ ഷെയർ ചേർത്തുകൊണ്ടിരുന്നു. ഷീലേ, ഈ സാരി നല്ല ചേർച്ചയുണ്ട് കേട്ടോ. അയാൾ മമ്മിയുടെ ഇടത് തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ സാറേ, വൈഫിന് മേടിച്ചു കൊടുക്കുന്നുണ്ടോ? സാറ് ചിരിച്ചു. മമ്മി മഞ്ഞ സാരിയിൽ പൂക്കളുള്ള സാരിയാണ് ഉടുത്തിരുന്നത്. മഞ്ഞ ബ്ലൗസും. ബ്ലൗസ് ഇറക്കി വെട്ടിയ രീതിയിലാണ്. അവിടേക്ക് മാല ഇറങ്ങിക്കിടപ്പുണ്ട്. ഇനി എന്താ ഷീലയുടെ പരിപാടി? സാറ് ചോദിച്ചു. സാറിനെ നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എനിക്കെന്തേലും പണി ശരിയാക്കി തരുമോ? സാറ് ചിരിച്ചിട്ട് പറഞ്ഞു, ഇവിടെ കളക്ടറുടെ ഒഴിവുണ്ട്, അത് മതിയോ? കളിയാക്കുന്നോ? മമ്മി ചിരിച്ചുകൊണ്ട് സാറിനെ തള്ളി. സാറ് മറിഞ്ഞു വീഴാതെ മീശയിൽ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഷീലേ, പിന്നെ ഞങ്ങളുടെ ഓഫീസിൽ വേണേ സ്വീപ്പർ ജോലി വാങ്ങിച്ചു തരാം. ഞങ്ങൾക്കൊരു സുന്ദരി പെണ്ണിനെ കണ്ടോണ്ടിരിക്കാമല്ലോ. പോ സാറേ, കളിയാക്കാതെ. സാറ് ചിരിച്ചു. മമ്മിയേക്കാൾ സാറിന് പ്രായമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. രാജീവ് സാറേ, അതല്ല, ഇത്രയും നാൾ ജോലി ചെയ്തിട്ട് വീട്ടിലിരിക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട്, അതാണ്. ഇവിടെ നോക്കടോ. എൻ്റെ മുമ്പിലിരുന്ന് അവരെന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നു. ഇടയ്ക്ക് മമ്മിയുടെ വയറിൽ സാറ് നുള്ളി. ആ സാറേ, മമ്മി കൊഞ്ചി വിളിച്ചു. ആ വിളി കേട്ടപ്പോൾ എനിക്ക് എന്താ പോലെ തോന്നി. എന്താ ശീലപ്പെണ്ണെ, നൊന്തോ? പിന്നില്ലാണ്ട്, മമ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ എഴുതുന്നതിനൊപ്പം അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. ഷീലെ, പാത്രങ്ങളൊക്കെ എല്ലാം ഉണ്ടോ? പിന്നില്ലാതെ, ഞങ്ങൾ കുറച്ച് പാത്രം വാങ്ങിയിരുന്നു. സാർ എഴുന്നേറ്റ് കിച്ചണിലേക്ക് നടന്നു. പിറകെ മമ്മിയും. എൻ്റെ മനസ്സിൽ എന്തോ പോലെ, മമ്മിയെ ഇപ്പോൾ സാറ് വല്ലതും ചെയ്യുമോ? ചന്ദ്രൻ സാറ് സിന്ധു ചേച്ചിയെ ചെയ്ത പോലെ. എനിക്ക് ആകാംക്ഷയായി. ഞാൻ മെല്ലെ കിച്ചണിലേക്ക് ശബ്ദം ഉണ്ടാക്കാതെ നടന്നു. പുറത്തേക്കുള്ള വാതിൽ തുറന്നുകൊണ്ട് മമ്മി പുറത്തേക്ക് നോക്കി നിൽക്കുന്നു. മമ്മിയുടെ പിറകിലേക്ക് ചേർന്ന് സാറ് നിന്നിട്ട് മമ്മിയെ പിറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചു. മമ്മിയെ പിന്നിൽ നിന്ന് ചുറ്റിപ്പിടിച്ചുകൊണ്ട് മമ്മിയുടെ തോളിൽ മുഖം വെച്ചുകൊണ്ട് മമ്മിയുടെ കവിളിലും കഴുത്തിലും ചുംബിക്കുന്നു. ഞാൻ ആകാംക്ഷയോടെ നോക്കി നിന്നു. അപ്പോൾ എങ്ങനെയുണ്ട് സ്റ്റോറി? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം പ്രീമിയം ചാനലിൽ വരണേ. അപ്പോൾ ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് മെസ്സേജ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അതുവഴി ജോയിൻ ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കി അടിപൊളിയാണ്, നിങ്ങൾ കേൾക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു സ്റ്റോറിയായിട്ട് ഉടനെ കാണാം. വിത്ത് ലവ്, അലീന.